Hi friends, everyone design tips in the പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസിയോസ്. ഇപ്പോൾ ഈ ഇലക്ഷന്റെ സീസൺ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്ന ഇലക്ഷന്റെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതിനെക്കുറിച്ചാണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കുറച്ച് ഇമേജസും അതുപോലെ തന്നെ കണ്ടന്റ്സ് ഒക്കെ ഈ ഒരു ഡീറ്റെയിൽ എല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു പോസ്റ്റർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഓൾറെഡി ഒരു ന്യൂ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കസ്റ്റം സൈസ് പോസ്റ്റാണ്, ജസ്റ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസ് എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ നമുക്കപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ആ ഒരു പോസ്റ്ററിലേക്ക് മൂവ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിനെ സെലക്ട് ചെയ്യാം. ഇതിനെ ഞാൻ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. ഇപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും കൊണ്ടുവരാം. നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിൽ ഇവിടെ സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ചിഹ്നം നമ്മുടെ ആ ഒരു പോസ്റ്ററിനകത്തേക്ക് കൊണ്ടുവരാം. ഈ ഒരു ചിഹ്നത്തിന് നമുക്കൊരു കോപ്പി കൂടെ എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ Ctrl+J പ്രസ് ചെയ്യുന്നുണ്ട്. നമുക്കിതിൻ്റെ സൈസ് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യണം. ഞാനിവിടെ ഫ്രീ ട്രാൻസ്ഫോം യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡ്സ് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആപ്റ്റായിട്ടുള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഈ ഒരു ചിഹ്നം സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ലൈറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊണ്ടുവരാം. ഇതിനെ നമുക്ക് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് വൈറ്റ് കളർ ആക്കാം. അതുപോലെ ഇതിൻ്റെ ഫോണ്ട് സൈസ് നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. നമുക്കിവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഈ ഒരു സ്ഥാനാർത്ഥി ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ LDF എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ടെക്സ്റ്റിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ കൊടുത്താൽ മതി. ഇപ്പം നമ്മളിവിടെ LDF സ്ഥാനാർത്ഥി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് നെയിം കൊടുക്കാം. അതുപോലെ നമുക്ക് ഈ ഒരു ചിഹ്നത്തെ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ അലൈൻ ചെയ്ത് വെക്കാം. ഇതിൻ്റെ സൈസും അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ഒരു നെയിമിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം. അതുപോലെ നമുക്ക് ഈ ഒരു വേർഡിനെ അല്പം ചെറുതായിട്ട് കൊടുക്കാം, കാരണം നമുക്ക് ഈ ഒരു നെയിം നല്ല ബോൾഡിൽ കണ്ടാൽ മതി. ഇനി നമുക്ക് അടുത്ത ഡീറ്റെയിലും കൊടുക്കാം. ഇവിടെ ഞാൻ ഇതിനും വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഇത് കറക്റ്റ് സെൻറ്റർ ആയിട്ട് കൊടുക്കാം. ഞാൻ ഓപ്ഷൻ വെച്ചിട്ട് കറക്റ്റ് സെൻറ്റർ ആക്കി കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു വിജയിപ്പിക്കാന്നുള്ള ഒരു PNG നമുക്ക് മൂവ് ചെയ്ത് ഇവിടെ വയ്ക്കാം. ഇതിൻ്റെ ലെയർ നമുക്കൊന്ന് മുകളിലേക്ക് മൂവ് ചെയ്ത് വയ്ക്കാം. അതുപോലെ ഇതിൻ്റെ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. കളർ ഓവറിൽ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം. നമുക്ക് ഈ ഡീറ്റെയിൽസിനെല്ലാം ഇവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഒരു ഡീറ്റെയിലിനെല്ലാം ഇവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് അല്പം റൈറ്റിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഇവിടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഈ ഒരു ടൈമിൽ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കാം. അതുപോലെ ഞാൻ ഈ ഒരു പോസ്റ്റിൻ്റെ സോഴ്സ് ഫയൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു സബ്ജക്റ്റുമായിട്ടും പുതിയൊരു വീഡിയോയിൽ കാണാം.